ഹായ് ഗൈസ്, അപ്പോൾ ഞാനും തനിക്കുട്ടി ഏട്ടനും കൂടെ ഒന്ന് പുറത്ത് പോവുകയാണ് ഏട്ടാ. അപ്പോൾ ഒരു സർപ്രൈസ് ഉണ്ട്. അപ്പോൾ തനിക്കുട്ടി നമുക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ് പോണത്. അപ്പോൾ പോയിട്ട് വരാം. തനിക്കുട്ടി മീമിയുടെ അടുത്തൊക്കെ ബൈ പറഞ്ഞിട്ടേ വരൂ കേട്ടാ. തനിക്കുട്ടി ആദ്യം വെളിയിൽ ഇറങ്ങി ഉടൻ കല്ല് കളിക്കാനാണ് ഏട്ടാ പോയത്. തനിക്കുട്ടി ബിസ്ക്കറ്റ് ഇവിടെ അവർക്ക് കൊടുക്കോ ബിസ്ക്കറ്റ്? ഹൈവേ വഴിയാണ് പോണത്. അപ്പം വേഗം എത്താലോന്നായിരിക്കാണ് ഹൈവേ വഴി പോണത്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും കുറച്ച് താമസിച്ചു. തനിക്കുട്ടന് പറഞ്ഞ വഴിക്ക് വിശപ്പൊക്കെ വന്നേട്ടാ. അപ്പൊ നമ്മളൊരു ബിസ്ക്കറ്റൊക്കെ വാങ്ങി കൊടുത്തു. ബിസ്ക്കറ്റൊക്കെ കഴിച്ചോണ്ടിരിക്കുക. തനിക്കുട്ടൻ ഞാൻ പറയണ കാര്യങ്ങളൊക്കെ കേട്ട് ചിരിച്ചിരിച്ചിരിക്കുകയാണ് ഏട്ടാ. പുറത്ത് മഴയായി, മഴ പെയ്തു തുടങ്ങി. നമ്മൾ എവിടെ പോവാൻ ഇറങ്ങിയാലും മഴയാണ്. വല്ലതും പറ. എന്തെങ്കിലും പറ. അങ്ങനെ പുറത്തുള്ള മഴയൊക്കെ മാറി ഏട്ടാ. മഴയൊക്കെ മാറിയിട്ട് വൈപ്പർ ഇട്ടോടെ ഗൈസ് എന്നെ ഇതുവഴി വിളിച്ചിട്ടൊന്നും, പക്ഷെ അവന് കറക്റ്റ് ആയിട്ട് ഏത് വഴി പോകണം ഗൈസ്. അപ്പോ ഇനി നമ്മൾ അവിടെ പോയി എത്തിയിട്ട് കാണാം കേട്ടാ. ഗൈസ് അങ്ങനെ നമ്മൾ എത്താറായിട്ടാ. വഴിയൊക്കെ തെറ്റി ഇവിടെ അടിയൊക്കെ ആയിട്ട് എത്തിക്കായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു അത് വഴി പോവാം. അപ്പൊ പറഞ്ഞു എൻ്റെ അടുത്ത് ഹൈവേ വഴി പോവാം, അവനറിയാം വഴിയൊക്കെ എന്ന് പറഞ്ഞാണ് വിളിച്ചിട്ട് വന്നത്. കുറെ എത്തിയപ്പോ അവന് വഴിയൊന്നും അറിഞ്ഞിട്ടാ. ഉറങ്ങല്ലേ തനിക്കുട്ടാ? തനിക്കുട്ട ഉറങ്ങിയാണ്. നമ്മളെന്ത് പറഞ്ഞാലും ചെയ്യും കേട്ടോ. അവള് ഉറങ്ങാനൊക്കെ പറഞ്ഞു. അവിടെ പോയി നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കണ്ടേ? നിനക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ എടുക്കണം. നീ എന്തിനാണ് പറയണത് വഴി തെറ്റിയതിനെ കുറിച്ച്? നിനക്ക് എന്തിനാണ് പറയാനുള്ളത്? ഞാൻ അപ്പോഴേ പറഞ്ഞേ നമ്മളവിടെ പോയി എത്തിയേട്ടാ. പിന്നെ കാറിന്റെ കീ ഒക്കെ കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. തനിക്കുട്ടി ഏട്ടൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഏട്ടാ. എന്നിട്ട് നമ്മൾ കുറച്ചു നേരം അവിടെ ലിഫ്റ്റൊക്കെ കാത്തു നിന്നു. ഡ്രസ്സൊക്കെ നോക്കട്ടേട്ടാ. ആദ്യം നമ്മൾ തനിക്കുട്ടിയുടെ ഡ്രസ്സ് നോക്കിയാണ് ഏട്ടാ വന്നത്. തനിക്കുട്ടിക്ക് ഫ്രോക്കും എല്ലാം ഉണ്ടോ എന്ന് നോക്കിയാണ് വന്നത്. അപ്പോൾ കുറേ ഫ്രോക്ക് ഉണ്ടായിരുന്നു ഏട്ടാ. ഏത് ഡ്രസ്സ് എടുത്തതെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയില്ല ഏട്ടാ. ലാസ്റ്റ് ആ ഫംഗ്ഷൻ ഇടുമ്പോൾ നമുക്ക് കാണിച്ചു തരാം കേട്ടോ ഏത് ഡ്രസ്സൊക്കെയാണ് നമ്മൾ എടുത്തതെന്ന്. അങ്ങനെ അവിടെ തനിക്കുട്ടിക്ക് ഷൂ വേണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഷൂ ഒക്കെ ഊരി ഞാൻ ബാഗിൻ്റെ അകത്ത് വെക്കുകയാണ് ഏട്ടാ. അങ്ങനെ നമ്മൾ ഡ്രസ്സ് അവിടെ നിന്ന് എടുത്തു. ആ ബില്ലടിക്കാൻ വേണ്ടി കൊടുത്തു. തനിക്കുട്ടിക്ക് ഡ്രസ്സ് കിട്ടാനാണ് ഏട്ടാ പാട്. അതുകൊണ്ട് ആദ്യം തന്നെ തനിക്കുട്ടിക്കാണ് ഞാൻ പോയി ഡ്രസ്സ് നോക്കിയത്. എൻ്റെ മനസ്സിൽ നമുക്ക് രണ്ടുപേർക്കും ഒരേപോലത്തെ ഡ്രസ്സൊക്കെ തയ്ക്കാമെന്നായിരുന്നു. പക്ഷെ അവിടെ പോയപ്പം തനിക്കുട്ടിക്ക് ഡ്രസ്സ് കിട്ടിയതുകൊണ്ട് ഞാൻ കരുതി പിന്നെ തച്ചെടുക്കണ്ട, തനിക്കുട്ടിക്ക് അത് വാങ്ങിക്കാം. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ ഡ്രസ്സ് കിട്ടിയേട്ടാ. അടുത്ത് നമ്മൾ ഏട്ടൻ്റെ ഡ്രസ്സ് എടുക്കാനാണ് പോയത്. തനിക്കുട്ടനായിട്ട് മാച്ചായ കളർ ഷർട്ട് എടുക്കാമെന്ന് കരുതിയാണ് ഏട്ടാ നമ്മളവിടെ പോയത്. അപ്പോൾ ആ ഡ്രസ്സിന് ചേർന്ന കളറൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഏട്ടൻ ട്രയൽ റൂമിൽ പോയി ഷർട്ടൊക്കെ ഇട്ട് നോക്കിയാണ്. തനിക്കുട്ടൻ പപ്പയെ കാണാതെ അന്വേഷിച്ച് നടക്കുകയാണ് ഏട്ടാ. തനിക്കുട്ടി പപ്പയെ അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ നോക്കി. പേട്ടൻ ആ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ല ഏട്ടാ. പിന്നെ നമ്മൾ അതുകൊണ്ട് തിരിച്ചു കൊടുത്തിട്ട് നേരെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ തനിക്കുട്ടം കാറിലിരുന്ന് തന്നെ ഉറങ്ങിയേട്ടാ. തനിക്കുട്ടം ഇതേപോലെ തന്നെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ അവൾ ഉറങ്ങും. അപ്പോൾ രാവിലെ അവൾ താമസിച്ച് എണീറ്റതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നപ്പോൾ ഉറങ്ങാത്തത്. അങ്ങോട്ട് പോയപ്പോൾ പിന്നെ ഉറങ്ങിയേട്ടാ. അങ്ങനെ നമ്മൾ വിചാരിച്ച് തിരിച്ചു പോകുമ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുമെന്ന് വിചാരിച്ച് നമ്മൾ ഇറാനിയിലോട്ടാണ് പോയത് അടുത്ത് ഫുഡ് കഴിക്കാൻ. അപ്പോൾ തനിക്കുട്ടി അവിടെ പോയപ്പോൾ തന്നെ ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാനും ഏട്ടനും തനിക്കുട്ടിയും കൂടെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോകാം. തനിക്കുട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ബോൾ ഗ്രേപ്പിന്റെ ജ്യൂസ് കിട്ടിയേട്ടാ. അപ്പം അതിലുള്ള ബോൾ ഗ്രേപ്പ് കഴിച്ചിട്ടിരിക്കുകയാണ് അവള്. ഗൈസ് അപ്പോൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗൈസ്. ബൈ.